കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മൊരുമൊരാന്നിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വട തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ തരി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സാധാരണ പച്ചവെള്ളം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്തത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ആദ്യം കുറച്ച് ലൂസ് പോലെ ഉണ്ടാവും, പക്ഷേ പെട്ടെന്ന് തന്നെ ചെറിയ സമയം കൊണ്ട് ഒരു 30-40 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പാകത്തിലുള്ള അത്രയും തിക്കായിട്ട് എടുക്കുക. ഒരുപാട് തിക്കാവാൻ നിൽക്കണ്ട, കാരണം ഇത് കുറച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, അതായത് ചൂടൊന്ന് കുറയുമ്പോൾ തന്നെ വീണ്ടും ഒന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ, ഇത്രയും ഒരു പാകത്തിൽ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന പോലെ ഇരിക്കുമ്പോൾ തന്നെ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാൻ തണുക്കാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാകത്തിലിരിക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാനുള്ള അത്രയും ചൂട് കുറഞ്ഞ് വരുമ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് വടയുടെ ഷേപ്പിലാക്കിയെടുക്കുക. നടുവിലൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ പരത്തുമ്പോൾ സൈഡിലൊക്കെ ക്രാക്സ് വരും, അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. നല്ലൊരു ഷേപ്പാക്കിയതിന് ശേഷം നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 3 വട ഒരേ സമയം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇത് നമ്മുടെ ഉഴുന്ന് വട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ തിരിച്ചിട്ട വശവും കൂടി നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഉഴുന്ന് വട, അതിനേക്കാളും ഇത് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ സമയം കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട ഭാഗവും കൂടി നല്ലതുപോലെ മൊരിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡും നല്ലതുപോലെ മൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വടയുടെ 2 ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട വശം കൂടി നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള വട എല്ലാം കൂടി ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള അടിപൊളി ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നമ്മുടെ ഉഴുന്ന് വടയേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉഴുന്ന് വടയ്ക്ക് കൂട്ടുന്ന പോലത്തെ ഒരു ചട്നി, അല്ലെങ്കിൽ നമുക്ക് കെച്ചപ്പ്, അങ്ങനെ ഏത് സോസാണോ നമ്മൾക്ക് ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്